Hello guys, it's me VS and welcome back to my YouTube channel, Edwin's Vlogs. Oh guys, അപ്പോൾ നമ്മൾ ഇങ്ങനെ കണ്ടിട്ട് നമ്മുടെ പുതിയ സ്റ്റുഡിയോയിൽ ചെയ്തിട്ട് ഫസ്റ്റത്തെ വീഡിയോ ഉള്ളത്. അപ്പോൾ സ്റ്റുഡിയോന്റെ വീഡിയോ നിങ്ങൾ എന്തായാലും കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ പോയിട്ട് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുക, കയറി കാണുക. അത് കാരണം നമ്മുടെ വീഡിയോയിലേക്ക് പോവുക. ഇന്നത്തെ വീഡിയോ പറഞ്ഞൊരു അൺബോക്സിങ് വീഡിയോ ആണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പണ്ടുണ്ടായിരുന്ന BM800 എന്ന് പറഞ്ഞൊരു മൈക്കാണ് നമ്മുടെ ആദ്യം ഉണ്ടായിരുന്നത്. ഓ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ഉണ്ടായിരുന്ന ആദ്യത്തെ മൈക്ക് പറയണത്. ഇതുകൊണ്ടാണ് നമ്മൾ ഇത്ര നല്ല വീഡിയോ എടുത്തോണ്ടിരുന്നത്. അപ്പോൾ എന്തായാലും മൈക്കൊന്ന് അപ്ഗ്രേഡ് ചെയ്യാന്ന് വെച്ചു. അപ്പോൾ എന്തായാലും മൈക്കിന്റെ വീഡിയോ ഇടുന്നുള്ളത്. അപ്പോൾ ലെറ്റ്സ് ഗോ. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ പ്രൊഡക്റ്റ്. അപ്പോൾ ഇതിന്റെ പെട്ടിയൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പോൾ ഭയങ്കര നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് നോക്കാം. അവരെന്തായാലും ഫ്ലിപ്കാർട്ടിൽ തുറന്നു നോക്കണ പരിപാടികളുണ്ട്, അത് തുറന്നു നോക്കിയിട്ടുണ്ട്. സോ അൺബോക്സിങ് ഇറ്റ് സ്റ്റാർട്ട് അഗെയിൻ. ഇത് അവരുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ QR കോഡ്, വാറണ്ടി കാർഡിൻ്റെ സംഭവമാണ്. പിന്നെ ഈ ഇതാണ് ഗൈസ് നമ്മുടെ പെട്ടി പറയണത്. പെട്ടി തുറന്നു കഴിഞ്ഞാൽ ബബിൾ റാപ്പിൽ വന്നിട്ടുണ്ട്. ഇത് നമ്മൾ അൺബോക്സ് ചെയ്യുമ്പോൾ നമുക്ക് സാധാരണ നമ്മുടെ ഈ BM800 മൈക്ക് മേടിച്ച സമയത്ത് ഒരു കാർഡ്ബോർഡ് പെട്ടിയിലാണ് വന്നുകൊണ്ടിരുന്നത്. ഇത് അത്യാവശ്യം സീൽഡ് സാധനമാണ്. ഇതാണ് കമ്പനിയുടെ പേര്. സോ ഇറ്റ്സ് ഗോയിങ് ടു ബി അമേസിങ്. ഇതിൻ്റെ സൗണ്ടൊക്കെ നമ്മുടെ റെക്കോർഡിങ് സ്റ്റുഡിയോയിലൊക്കെ വെച്ച് കേട്ടപ്പോൾ എനിക്ക് അത്യാവശ്യം BM-നേക്കാട്ടും കുറച്ചും കൂടെ ഇൻഡെപ്ത് വോയിസ് ഇതിനുണ്ടെന്ന് എനിക്ക് തോന്നി. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് പർച്ചേസ് ചെയ്തത്. നമുക്ക് അത് ലേണിംഗ് ഹബിൻ്റെ ഇത് വന്നിട്ടുണ്ട്, ഇത് യൂസ് ചെയ്യാനായിട്ടുള്ളത്. ഇത് തുറക്കാനായിട്ടൊന്നുമില്ല, ആക്കി കഴിഞ്ഞ സാധനം വരും. നിങ്ങൾ തുറന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് അവരുടെ യൂസർ മാനുവൽ സംഭവമുണ്ട്. നമുക്കിവിടെ വയ്ക്കാം. ഒരു ഫോം സാധനത്തിനകത്താണ് ഇത് വരുന്നത്. ഇറ്റ്സ് ഓസം. ഇവിടെ ഒരു അക്കോസ്റ്റിക് ഉണ്ട്. ഇതാണ് ഗൈസ് നമ്മുടെ പ്രൊഡക്റ്റ്. ഇവിടെ നല്ല മഴയാണ് ഗൈസ്. നിങ്ങളുടെ അവിടെ മഴ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും. 2 ദിവസം നല്ല മഴയാണ് ഇവിടെ. പെയിന്റ് പണിയും ഇവിടുത്തെ പരിപാടിയും കഴിഞ്ഞപ്പോൾ മഴ തുടങ്ങി. ഇതാണ് ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ബൈക്കിൻ്റെ ഈ സെറ്റപ്പ് വരും. നമ്മുടെ ആ പഴയ സാധനത്തിനകത്ത് ഇത് വെക്കാൻ പറ്റില്ല. നമ്മുടെ സ്റ്റാൻഡിനകത്ത് ഇത് വെച്ചിട്ട് നമ്മളിത് വേറെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ മൈക്ക്. അപ്പോൾ ഇതെന്തായാലും യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ യൂസർ റിവ്യൂ എന്തായാലും നമുക്ക് ഞാൻ വേറൊരു വീഡിയോയിൽ സംസാരിക്കാം. അപ്പോൾ ഐ തിങ്ക് ഇറ്റ്സ് കുറച്ച് ഹെവിയാണത്. ഹെവി പറഞ്ഞാൽ അത്ര ഹെവി അല്ല, BM-നേക്കാട്ടും കുറച്ച് ഹെവി ഉണ്ട്. നമുക്ക് ഒരു XLR കേബിള് വരുന്നുണ്ട്. ഇതിൻ്റെ അത്യാവശ്യം പ്രീമിയം ക്വാളിറ്റിയാണ്. നമ്മളിപ്പോൾ തൽക്കാലം ഇതിപ്പോൾ യൂസ് ചെയ്യുന്നില്ല, മറ്റേ നമ്മുടെ SLR ഓൾറെഡി ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിപ്പോൾ യൂസ് ചെയ്യുന്നില്ല. അടയ്ക്കാനാണെങ്കിലും അങ്ങനെയൊക്കെ അടുത്ത് നമുക്ക് ഇത് എടുത്ത് വയ്ക്കാനും എളുപ്പമാണ്. ഇത് നമ്മുടെ റെക്കോർഡിങ് സെക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധാരണ ഞാൻ മൈക്ക് ഇതിനകത്ത് ഇങ്ങനെ തൂക്കിയിടണം, കാണാൻ പറ്റുമെന്ന് അറിയില്ല. ഇങ്ങനെ മൈക്കിനകത്ത് തന്നെ സ്റ്റാൻഡിൽ തന്നെ വയ്ക്കാറ്. അപ്പോൾ ഇതാകുമ്പോൾ നമുക്കത് ഊരി നമുക്ക് പെട്ടിയിലാക്കി നമ്മുടെ കബോർഡിൻ്റെ ഉള്ളിൽ വയ്ക്കാം. അപ്പോൾ ഇറ്റ്സ് ഗോയിങ് ടു ബി സേഫ് ഐ തിങ്ക്. പിന്നെ നമ്മുടെ പാട്ടിന്റെ ചാനലിൽ മറ്റേ വീഡിയോയ്ക്ക് NSYNCന്റെ ബൈ മറ്റേ ഡെഡ്പൂളിന്റെ ഇത് വെച്ചുള്ള വീഡിയോന് 13K എന്തോ ആയി. അപ്പോൾ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. ഈ ഒരു അവസരത്തിൽ ഞാൻ രേഖപ്പെടുത്തുന്നു. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ മറക്കണ്ടോ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തോടെ ബെല്ലൈക്കൻ മറക്കണ്ട. ഇതേപോലെ അടിപൊളി വീഡിയോ കാണാനായിരിക്കും. ഇറ്റ്സ് യുവർ ലൈഫ്, ഇറ്റ്സ് യുവർ ഡേ. ചുമ്മാടിച്ച് വിളിക്കുക ഗൈസ്, പ്ലീസ്. അപ്പോൾ അതേപോലെ തന്നെ ഈ പ്രൊഡക്റ്റിന്റെ ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, വേണമെന്നുണ്ടെങ്കിൽ മേടിക്കുക. ഇത് ഒരിക്കലും ഒരു പെയ്ഡ് പ്രൊമോഷൻ ഒന്നുമല്ല, നമ്മൾ സാധനം മേടിച്ചപ്പോൾ നിങ്ങളെ കാണിച്ചതെന്നാണ്. പിന്നെ നമ്മുടെ സ്റ്റുഡിയോൻ്റെ ഇത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴത്ത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. പ്ലീസ് ഹാവ് എ ഗുഡ് ഡേ ബോയ്സ്.